എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് 11ാമത്തെ അധ്യായമാണ്. ഇതിൻ്റെ ഹെഡിങ് എങ്ങനെയാണോ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അതായത് സ്വാമി മുക്താനന്ദയുടെ ബുക്കിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഹെഡിങ് തന്നെ വളരെ വിചിത്രമായിട്ടുള്ളതാണ്. വിചിത്രമെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പറയുമ്പം. അതായത് മൈ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു സ്ഥിതി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ തലേ ദിവസം 2-3 ദിവസത്തിന് മുമ്പെയാണ് ഭഗവാൻ നിത്യാനന്ദ അദ്ദേഹത്തിൻ്റെ പാദതൂളികകളെ കൊടുത്തത്. ഇദ്ദേഹം തലയിൽ വെച്ചുകൊണ്ട് വന്നു, ഞാൻ ഇനി ഇത് വെച്ചാണ് പൂജിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പേരാനന്ദത്തിലാണ് ഇദ്ദേഹം കുളിച്ചു മുങ്ങി വന്ന രീതിയിലാണ് അദ്ദേഹം ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മനസ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അത്രയും നല്ല ഒരു സന്തോഷമായിട്ട് ബ്ലിസ്ഫുൾ സ്റ്റേറ്റാണ്. അങ്ങനെ ഇരുന്ന മുക്താനന്ദയ്ക്ക് 2 ദിവസം കഴിഞ്ഞപ്പം രാവിലെ തൊട്ടേ മനസ്സിൽ ഭയങ്കര ചഞ്ചല, ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു സ്റ്റേറ്റായിരുന്നു മനസ്സ്. അതുമാത്രമല്ല, ദേഹത്ത് മൊത്തം വേദന. ഈ നമ്മുടെ തൊലിയിലെ സ്കിന്നിലെ ഒരുപാട് ഈ വേർപ്പ് വരുന്ന ഹോൾസ് ഉണ്ടല്ലോ, പോർസ് എന്ന് പറയും. ഓരോ മുടിയും ഇങ്ങനെ അതിൽ നിന്ന് വരുന്നല്ലോ. അങ്ങനത്തെ ഓരോ പോർസിലും ഈ സൂചി കുത്തി ഇറക്കിയാൽ എങ്ങനെ അത്രയ്ക്ക് ദേഹം മൊത്തം വേദന, നൊമ്പരം. ദേഹത്തിൽ അങ്ങനെ. മനസ്സിലാണെങ്കിൽ ഭയങ്കര പ്രയാസം, ദുഃഖം. അദ്ദേഹത്തിനെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ മാറി 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 വരുന്നു എന്ന്. അങ്ങനെ അന്നത്തെ അതുമാത്രമല്ല, തലേ ദിവസം അദ്ദേഹത്തിന് ഇങ്ങനെ ഇരുന്നപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിന് കിടക്കാൻ ഒരാൾ വരും. അയാളെയും പറഞ്ഞു വിട്ടു, വേണ്ട നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ്. അപ്പം ഈ ഒട്ടുമൊത്തമായിട്ട് അദ്ദേഹത്തിന് ഒരു മാറ്റം വന്നപ്പം അങ്ങേർക്ക് അതിനെ ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പം അദ്ദേഹത്തിൻ്റെ ഗുരു ഭഗവാൻ നിത്യാനന്ദ പറഞ്ഞ ഒരു കഥ ഓർമ്മ വന്നു. വേറെ ആർക്കെങ്കിലും പറഞ്ഞതായിരിക്കും, ഇദ്ദേഹം കേട്ടതായിരിക്കാം. അതായത് ഗുരു പറഞ്ഞ കഥയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരുത്തൻ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാൾ ആരുടെ കൂടെ പോയി നിന്നാലും, എത്ര ഭാഗ്യശാലിയാണെങ്കിലും ഇവൻ അവിടെ പോയി ചേരുമ്പം, ആ സ്ഥലത്ത് പോയി ചേരുമ്പം അയാളുടെ ഭാഗ്യമല്ല, അയാളെ വിട്ട് പറന്നടിച്ച് പോകുന്നു. അത്രയ്ക്ക് ദുർഭാഗ്യശാലിയായിരുന്നു ഇയാൾ. അപ്പോൾ ഇയാൾ ആരുടെ കൂടെ പോയാലും അവർക്ക് പ്രയാസങ്ങളെ കൊണ്ടുവരത്തുള്ളൂ. അങ്ങനെ പലർക്കും ഇയാളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി, ഇങ്ങനെയാണ് ഇയാളുടെ രീതിയെന്ന്. ഇയാൾക്കും തന്നെ സ്വയം മനസ്സിലായി, നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയൊക്കെയാണ്. സന്തോഷമായിരിക്കുന്ന ഒരു കൂട്ടത്തിൽ പോകുമ്പം അവർക്കെല്ലാം ആ സന്തോഷം പറന്നടിച്ച് പോകുന്നു. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ദുഃഖമാണ്. ലക്കി ആയിട്ടിരിക്കുന്നവനെ അൺലക്കി ആവുന്നു. അവൻ്റെ അദൃഷ്ടമൊക്കെ അവനെ വിട്ട് പോകുന്നു. അങ്ങനെ ഞാൻ എവിടെ പോയാലും എന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചു. അപ്പം ഒരു ചൊല്ലുണ്ട്, പാവി പോകുന്ന ഇടം പാതാളമെന്ന്. അതുപോലെ ഇയാൾ പോകുന്ന സ്ഥലമെല്ലാം ഇയാൾക്ക് മാത്രമല്ല നെഗറ്റിവിറ്റി, അയാളെ ചുറ്റിയുള്ള ആൾക്കാർക്കെല്ലാം കൂടെ ഇയാൾ നെഗറ്റിവിറ്റിയാണ് പകർത്തുന്നത്. അപ്പം ഇയാൾ ഒരു ദിവസം വിചാരിച്ചെന്ന്, ഞാനിനി ആരുടെ അടുത്തും പോകത്തില്ല. എന്നുവെച്ചാൽ ഞാൻ പോകുന്ന കാരണം അവർക്ക് സന്തോഷമല്ല, ദുഃഖമാണ് ഉണ്ടാകുന്നത്, പ്രയാസമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ആരുടെ അടുത്തും പോകുന്നില്ല, ഞാൻ കൈലാസത്തിൽ പോകാൻ പോവുക എന്ന് വിചാരിച്ച് ഇയാൾ കൈലാസത്തിൽ പോകാനുള്ള ഒരുക്കങ്ങൾ ഏർപ്പാടുകളും ചെയ്ത് കൈലാസത്തിൽ പോകുക. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നടന്ന് പോകുമ്പം അയാളുടെ മുമ്പിൽ വേറൊരാൾ പോകുന്നത് കണ്ടു. അപ്പോൾ ഇയാൾ ഓടി കിതച്ച് അയാളെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞെന്ന്, നിങ്ങളും കൈലാസത്തിലല്ലേ പോന്നേ, ഞാനും കൈലാസമാണ് പോന്നേ, നമുക്ക് 2 പേർക്കും ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞെന്ന്. അപ്പം ആ മുന്നേ പോയ ആൾ പറഞ്ഞെന്ന്, നീ എനിക്കൊപ്പം വരാൻ പറ്റത്തില്ല, ഞാൻ നിനക്ക് മുന്നേ പോയേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ വിധി.
ആരാണ്? ഞാൻ നിൻ്റെ വിധിയാണ്. നിൻ്റെ മുന്നിൽ നടക്കുന്നത്, ഞാൻ നടക്കുന്നതെന്ന് തോന്നുന്നത് നിൻ്റെ വിധിയാണ് മുന്നിൽ നടക്കുന്നത്. അപ്പോൾ നീ കൈലാസത്ത് എത്തുന്നതിന് മുമ്പേ നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ഞാൻ നിനക്ക് മുന്നേ പോന്നേ എന്ന് പറഞ്ഞെന്ന്. അതുപോലെ അപ്പം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ മുന്നിൽ നമ്മുടെ വിധി നടന്നു പോകുന്നു എന്ന് പറയുമ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് നടക്കുന്ന സംഭവങ്ങളൊക്കെ നന്നായിട്ട് വരത്തുള്ളൂ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കർമാക്കൾ നന്നായിട്ടുണ്ടെങ്കിലേ നമുക്ക് നല്ലത് നടക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ കുറേ നെഗറ്റീവായിട്ട് കർമാക്കൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളുടെ വിധിയായിട്ട് നമ്മളുടെ മുന്നിൽ നടന്നു പോകുന്നത്. അപ്പം ഭഗവാൻ നിത്യാനന്ദ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ട്. ഇപ്പം സ്വാമി മുക്താനന്ദയ്ക്ക് എന്തുകൊണ്ട് ഈ സംഭവം, ഈ കഥ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ആ അവസ്ഥയിൽ ഈ കൈലാസത്ത് ഒറ്റയ്ക്ക് പോയ ആളിൻ്റെ അവസ്ഥയാണ് ഇപ്പം മുക്താനന്ദയ്ക്ക്. എന്താണെന്ന് വെച്ചാൽ 2 ദിവസത്തിന് മുമ്പേ അങ്ങേ അറ്റത്തെ പരമാനന്ദത്തിൽ മുങ്ങി തിളച്ച് കുളിച്ച് നടന്ന ഒരാൾ ഇപ്പം മേലെല്ലാം വേദനിക്കുന്നു, തലയിൽ ഭയങ്കര കുഴപ്പം, തലവേദന, മേലുവേദന, മേല് നൊമ്പരം. ഇതൊക്കെ എന്തുകൊണ്ട് എനിക്ക് ഇതൊക്കെ സംഭവിച്ചു? 2 ദിവസത്തിന് മുമ്പ് അങ്ങനെ ഇരുന്നു, ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം മുക്താനന്ദ വിചാരിക്കുന്നത് ഈ എൻ്റെ ഗുരു എനിക്ക് തന്ന പാദധൂളിയും എനിക്ക് തൊട്ട് ദീക്ഷ തന്നതും നയനദീക്ഷ തന്നതും ഇതെല്ലാം വേസ്റ്റ് എന്നല്ല, എനിക്ക് ഇത്രയേ ഉള്ളോ, എനിക്ക് അതിൻ്റെ ഫലം ഇത്രയേ കിട്ടിയുള്ളോ. അപ്പം അത്രയ്ക്ക് ഞാൻ കൊള്ളരുതാത്തവനാ. എൻ്റെ ഗുരു എനിക്ക് ഇത്രയൊക്കെ നോക്കിക്കണ്ട് ചെയ്തു, എന്നിട്ട് അതിനെ വെച്ച് പുലർത്താൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ അത്രയ്ക്ക് മോശപ്പെട്ടവനാണോ ഞാൻ? അപ്പം പഴയ പൂവർ മുക്താനന്ദ ആയിപ്പോയല്ലോ ഞാൻ എന്നുള്ള വിചാരം ഇങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഗുരു നിത്യാനന്ദ പറഞ്ഞ ഈ കഥ അങ്ങേർക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുക്താനന്ദ വിചാരിക്കുന്നു ഭഗവാൻ നിത്യാനന്ദയുടെ ആശ്രമത്തിലേക്ക്, ഈ ബോംബെയുടെ അടുത്തല്ലേ ആശ്രമം, ബോംബെയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാനും അവരുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ. പക്ഷേ ചിലപ്പോൾ വേറെ സിദ്ധയോഗികളുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്, സിദ്ധയോഗികളുടെ കൂടെ ആയിരിക്കും സഞ്ചാരങ്ങൾ. എന്നാലും ഈ ആശ്രമത്തിലൊക്കെ വന്നാലേ അവർക്കൊന്നും ലയിക്കത്തില്ല, മനസ്സ് ഏതിലും ഒന്നും ലയിക്കത്തില്ല. അവരുടെ മനസ്സൊക്കെ ഈ ബോംബെക്ക് എപ്പം തിരിച്ചു പോകാം, ഇവിടെ 2 ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടും, ബോംബെക്ക് പോകണം, അവിടെ ക്ലബ്ബിൽ പോകണം, സിനിമയ്ക്ക് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. അവർക്ക് ആ മനസ്സിൽ മൊത്തം അങ്ങനത്തെ ജീവിതമാണ് ഇഷ്ടം. അപ്പം മനസ്സ് ഇവിടെ ലയിക്കത്തില്ല. അവർക്കും ഭയങ്കര ആശയക്കുഴപ്പങ്ങളാണ് അവരുടെ മനസ്സിൽ, ഈ ആശ്രമത്തിൽ നിൽക്കുന്നവരെ. അത് ഒരു വിധത്തിൽ ശരിയാണ്. ഇപ്പം എല്ലാവർക്കും ഈ ആശ്രമത്തിൽ പോയി സന്തോഷമായിട്ടിരിക്കാനും വീട്ടിൻ്റെയും മറ്റ് ഭാരങ്ങളെല്ലാം മാറ്റിവെക്കാനും നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ എല്ലാവർക്കും പറ്റത്തില്ല. അതിനേന്ന് ഒരു വാസന ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആശ്രമത്തിൽ പോയി സന്തോഷമായിട്ടിരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഇത്രയും മോശപ്പെട്ട ഗതികേട് എനിക്ക് ഉണ്ടായല്ലോ എന്ന് സ്വാമി മുക്താനന്ദയ്ക്ക് ഭയങ്കര പ്രയാസം. അപ്പം ഒരു ദിവസം, എല്ലാ ദിവസവും മിക്കവാറുമൊക്കെ അദ്ദേഹം ഈ കുടിലിലിരിക്കുമ്പം, അദ്ദേഹത്തിൻ്റെ കുടിലിലിരിക്കുമ്പം ഒരു സ്ത്രീ വരും. ഒരു സ്ത്രീ വന്ന് കുറച്ച് ഭജന കീർത്തനങ്ങളൊക്കെ പാടും. അത് ഇദ്ദേഹം കേട്ട് രസിച്ചുകൊണ്ടിരിക്കും. ഈ കീർത്തനങ്ങൾ എന്ന് പറയുന്നതൊക്കെ വലിയ വലിയ മഹാന്കൾ എഴുതിയ കീർത്തനങ്ങളാണ്. അപ്പം അതിൽ മഹാൻ നാംദേവ് എന്നൊരു വലിയ ഒരു പ്രസിദ്ധിയായ ഒരു മഹാനുണ്ട്. അദ്ദേഹം കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെയാണ് ഈ സ്ത്രീ കേൾപ്പിക്കുന്നത് മുക്താനന്ദയ്ക്ക്. അങ്ങനെ അന്നും അവർ വൈകുന്നേരം വന്നു ഒരു പാട്ട് പാടി. ആ പാട്ടിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട് മുക്താനന്ദ ബുക്കിൽ. അതായത് മനുഷ്യജന്മം കിട്ടുന്നതേ ഏറ്റവും വലിയ ഒരു പുണ്യ കാര്യമാണ്. അങ്ങനെ കിട്ടിയ മനുഷ്യജന്മത്തിനെ നീ പാഴാക്കരുത്. എത്ര വേഗം ഒക്കുവോ അത്രയും വേഗം നീ ലയത്തിലോട്ട് പോകണം.
നിൻ്റെ മനസ്സ് എപ്പോഴും നിൻ്റെ ആത്മാവിൽ ലയിച്ചിരിക്കാനുള്ള മാർഗങ്ങളാണ് നീ നോക്കേണ്ടത്. മനുഷ്യ, ഈ ജന്മത്തിനെ പാഴാക്കരുത് എന്നുള്ള അർത്ഥത്തിൽ മഹാൻ നാംദേവ് എഴുതിയ പാട്ടാണ് ഈ സ്ത്രീ പാടിയത്. ഇതൊക്കെ നല്ല സാധാരണ നിലയിലിരിക്കുമ്പം സ്വാമി മുക്താനന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് അത് കേൾക്കുമ്പോഴേ ദേഷ്യം, കാണുമ്പോഴെല്ലാം എരിച്ചൽ. നമുക്കും പല പ്രാവശ്യം അങ്ങനെ അനുഭവപ്പെടാറുണ്ട്, ഇല്ലയോ? ഒരു ദിവസം സന്തോഷമായിരിക്കും, ഒരു ദിവസം കാരണം അറിയാതെ സാഡായിരിക്കും, ദുഃഖമായിരിക്കും, ഒരു ദിവസം ദേഷ്യം വരും. തൊട്ടനും പിടിച്ചതിനുമൊക്കെ നമ്മൾ മറ്റവരുടെ അടുത്ത് കിടന്ന് ചാടും, ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ മനുഷ്യരാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ നിലയിൽ കടന്നതാണല്ലോ മുക്താനന്ദ. എന്നിട്ട് എനിക്കെന്തുകൊണ്ട്, അതും റീസെൻ്റായിട്ട് ദീക്ഷയൊക്കെ കിട്ടി അങ്ങേ അറ്റം സന്തോഷമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ വന്നപ്പം ഇദ്ദേഹത്തിന് മനസ്സിലൊന്നും പിടികിട്ടുന്നില്ല. ഞാൻ പിന്നെയും പഴയ മുക്താനന്ദ ആയോ? ഒന്നിനും കൊള്ളരുതാത്തവെന്ന് എന്നെ വിചാരിച്ചു. ആ രീതിക്ക് ഞാൻ പോയോ എന്നൊക്കെ. ഒന്നിനും കൊള്ളരുതാത്തവെന്ന് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയുടെ അടയാളമാണ്. അതായത് അത്രയ്ക്ക് ഗുരുവിനെ വിചാരിക്കുമ്പോൾ ഉള്ള മനസ്സിൽ വരുന്ന ഭവ്യത, വിനയം. ആ വിനയം കൊണ്ടാണ് അദ്ദേഹം ഐ എം എ പുവർ മാൻ, ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം അത്രയ്ക്ക് മോശപ്പെട്ട ആളൊന്നുമല്ല. എത്രയോ മഹാന്കളുടെ കൂടെയൊക്കെ പോയി സഞ്ചരിച്ച് സംസാരിച്ച് പല അറിവ് നേടിയ മനുഷ്യനാണ്. നമ്മളെക്കാളും എത്രയോ ഉയർന്ന തളത്തിലുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിനും ഈ നോക്കണം, ഇന്ന് ഒന്നും പിടികിട്ടാത്ത ഒരു മനോഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പിന്നെ അവർ വേറൊരു പാട്ട് പാടി. അപ്പം ഈ പാട്ടിൽ മുക്താനന്ദ രസിക്കുന്നില്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവർ വേറൊരു പാട്ട് പാടി. എപ്പോഴുമേ ആ പാട്ടിന് മുക്താനന്ദ ഒരുപാട് പാട്ടിനെ രസിക്കുന്ന ആൾ. ഇപ്പം അതും പിടിച്ചിട്ട് അവരങ്ങ് ശരി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്ഥലം വിട്ടു. പിന്നെ ഒരു 8 മണിയായപ്പം ബാബു റാവു എന്ന ഒരാൾ വരും. ഇവരൊക്കെ സ്ഥിരം വിസിറ്റേഴ്സാണ് ഈ ആശ്രമത്തിൽ വരുന്നത്. ഓരോ പണിവിടകൾ ചെയ്തു കൊടുക്കും. പണിവിടകൾ എന്ന് വെച്ചാൽ ഒരാൾ വന്ന് തൂത്തു കൊടുക്കും, ഒരാൾ വന്ന് തുടച്ചു കൊടുക്കും, ഒരാൾ അദ്ദേഹത്തിൻ്റെ തുണി നനച്ച് കൊടുക്കും, ഒരമ്മ വന്ന് ചോറ് വെച്ച് കൊടുക്കും, ഇനി ഒരമ്മ രാത്രി വന്ന് ചപ്പാത്തി ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ. അങ്ങനെ ഈ ബാബുറാവു എന്ന് പറഞ്ഞ ആൾ രാത്രി വന്നു, ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു, കുടിലെ ലൈറ്റ് ഇട്ടു, വിളക്ക് കത്തിച്ച് വെച്ചു, എല്ലാം ചെയ്തു. അപ്പം വെളിയിലും നല്ല പൗർണമിയുടെ നിലാവിൻ്റെ വെളിച്ചം വരുന്നുണ്ട്. എന്നാലും ഇരുട്ടായിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ശ്വാസം മുട്ടൽ വരുന്നു, ഭയം വരുന്നു, മനസ്സിൽ ആകെ ഒരു കുഴപ്പം. അപ്പം ഈ ബാബുറാവ് വന്ന് രാത്രി അവിടെ ഇദ്ദേഹത്തിന് കിടക്കാൻ കൂട്ടുവരുന്ന ആളാണ്. അപ്പോൾ ഇന്ന് മുക്താനന്ദ ബാബുറാവിനെ കണ്ട് പറഞ്ഞു, നീ ഇന്ന് ഇവിടെ കിടക്കണ്ട, എന്താ വെച്ചാൽ ഇന്ന് രാത്രി ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനാവും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് നീ അങ്ങ് പോയേരെ. എന്താ വെച്ചാൽ നാളെ നീ ഇവിടെ കിടന്നു എന്ന് അറിഞ്ഞാൽ ആളുകൾ നിൻ്റെ പുറത്തായിരിക്കും പഴിയിടുന്നത്. അതുകൊണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ചിന്തിച്ച് പറഞ്ഞു. അയാളും മനസ്സില്ലാതെ സ്ഥലം വിട്ട് തിരിച്ചും ഇദ്ദേഹത്തിന് ബോഡിയിൽ ചൂട് കയറി, ദേഹത്ത് ചൂട് കയറി വരുന്നു. തലയാണെങ്കിൽ പെരുത്ത് വരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ മുടിയുടെ അടിയിലും ഈ സൂചി വെച്ച് കുത്തി എടുക്കുന്ന പോലെ, രോമക്കാൽ എന്ന് പറയത്തില്ലേ, അതുപോലെ ഓരോ രോമത്തിലും സൂചി വെച്ച് കുത്തിയതുപോലത്തെ വേദന. അങ്ങേര് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കുന്നു, വെളിയിൽ പോകുന്നു, വരുന്നു. അങ്ങേർക്ക് പാടണം, ഒരൊക്കെ ശബ്ദത്തിൽ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, എന്തൊക്കെയോ വിളിച്ചു കൂവി പറയണം എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ പല രീതിയിലും ആശയക്കുഴപ്പം നിറഞ്ഞ ഒരു മനോഭാവത്തിലാണ് മുക്താനന്ദ അന്ന് ഇരുന്നത്.
അപ്പം ഞാൻ ഈ ലെസൺ, അതായത് 11ാമത്തെ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്. ഈ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അദ്ദേഹം വളരെ വിവരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇതോടെ ഞാൻ നിർത്തുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത പാരഗ്രാഫൊക്കെ അന്ന് രാത്രി അദ്ദേഹത്തിന് നടന്ന കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് വിവരമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ പറയുവാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് നീളമാകും. അതുകൊണ്ട് ഇവിടം വെച്ച് ഇത് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അതായത് അത്രയും എൻലൈറ്റൻമെൻ്റ് ആയ സ്ഥിതിക്കായിരുന്നു അദ്ദേഹം ഹാപ്പി ആയിട്ടിരുന്നത്. അദ്ദേഹത്തിന് 2 ദിവസത്തിൽ ഇങ്ങനെ ഒരു മനോഭാവം വരണമെങ്കിൽ അതിന് എന്ത് കാരണമായിരിക്കും? ഞാൻ ചില കാരണങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഈ കേൾക്കുന്നവർ നിങ്ങൾക്ക് എന്തായിരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് കമൻസിലിട്ടാൽ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച ഒന്ന് ചെയ്യാം. എന്താ? നന്ദി, നമസ്കാരം.